നമസ്കാരം, വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജി സുകുമാരൻ നായരും KB ഗണേഷ് കുമാറും തമ്മിലുള്ള പോര് രൂക്ഷം. NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ വാലാണ് ഗണേഷ് കുമാർ എന്ന് സുകുമാരൻ നായർ. MDMA പ്രതികളുമായുള്ള ബന്ധം തുറന്നു സമ്മതിച്ച മുഖ്യമന്ത്രി. ഇന്ന് നടന്ന പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. സംസ്ഥാനത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി മഴ വീണ്ടും ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. AFAയുടെ പിഴ ഒഴിവാക്കാൻ നയതന്ത്ര ഇടപെടൽ തേടി സർക്കാർ. വിഷയത്തിൽ സർക്കാരിന് പങ്കില്ലെന്ന മുൻ കായിക വകുപ്പ് മന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. ഫണ്ട് വിഹിതം വൈകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഗഡുക്കളും അടിയന്തര ആവശ്യങ്ങൾക്കുള്ള തുകയും അനുവദിക്കുന്നതിൽ കടുത്ത അനിശ്ചിതത്വം. വീണ്ടും സമരത്തിനൊരുങ്ങി CJP. ജന്തർ മന്ദർ സീസൺ 2 പ്രഖ്യാപിച്ചു. ഭീഷണികൾക്ക് മുന്നിൽ നിശബ്ദരാവില്ലെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സ്വാതന്ത്ര്യദിനത്തിന് ശേഷം രാജ്യവ്യാപകമായി യുവാക്കളെ കാണാൻ ഇറങ്ങും. ട്രംപിന്റെ കാലാവധി വരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. ടാറ്റ സൺസിൽ നേതൃമാറ്റത്തിന് ചെയർമാൻ സ്ഥാനമൊഴിയാൻ N ചന്ദ്രശേഖരൻ. പുനർനിയമനത്തിന് താൽപര്യമില്ലെന്ന ബോർഡിനെ അറിയിച്ചു. പിൻഗാമിയെ തേടി സെലക്ഷൻ കമ്മിറ്റി ഉടൻ നടപ്പിലാക്കും. ഫുട്ബോൾ ലോകത്തെ ആശങ്കയിലാക്കി അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വികാരനിർഭരമായ കുറിപ്പ്. പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് അച്ഛന്റെ അഭാവത്തിന് ഇനി എത്ര നാൾ ഫുട്ബോളിൽ തുടരാനാകുമെന്ന ആശങ്ക മെസ്സി പങ്കുവച്ചത്. വാർത്തകൾ വിശദമായി. NSS നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഡയറക്ടർ ബോർഡ് അംഗം KB ഗണേഷ് കുമാർ രംഗത്തെത്തിയതിന് പിന്നാലെ ശക്തമായ മറുപടിയുമായി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സ്വന്തം അച്ഛനെ പോലും ആക്ഷേപിച്ച ആളാണ് ഗണേഷ് കുമാർ എന്നും എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ജനാധിപത്യമില്ലെന്ന് പറയുന്നതെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. NSS മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി G സുകുമാരൻ നായർ. സ്വന്തം അച്ഛനെ പോലും ആക്ഷേപിച്ച ആളാണ് ഗണേഷ് കുമാർ എന്ന് സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങയുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ല, ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ എളുപ്പം പറഞ്ഞല്ലേ. അത് ഞാൻ പറയുന്നത് ഈ 43 പേർക്ക് ജോലി നൽകിയതൊക്കെ ഈ സ്വജനക്ഷോഭമാണ്, കുടുംബത്തിൽ നിന്നുള്ള രീതിയിൽ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവര് ഇതിനെല്ലാത്തിനും സമാധാനമുണ്ട്. ഇപ്പൊ കുറെ കൂട്ടര് NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പോ സംസാരിക്കുന്നത്. ഞാൻ 64 വർഷം അതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ മന്നം സമാധി എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണം, എല്ലാ ആളുകളും അവിടെ എത്തണം. അതിനുവേണ്ടി ഞാൻ എത്ര പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിട്ട് ആർക്കും അവിടെ നിശ്ചയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തില്ലേ? വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചന നടത്താണ്. പട്ടിയെ കയറ്റിട്ട് അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വരതുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എന്റെ കടമയാണ്. പത്തനാപുരത്തെ നടപടിയാണോ അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവർ നോക്കട്ടെ. അതിനൊക്കെ ആക്ഷേപം അയക്കുന്നുണ്ടെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ.
NSS നേതാക്കൾ ചായക്കട കോടതിയിലൊന്നും പോകുന്നില്ല. എന്താ ഈ ചായക്കട നടത്തി പോവുകയാണെന്നാണ് പറയുന്നത്. ആര്? NSSന്റെ നേതാക്കൾ. നിങ്ങൾ പലരും അവിടെ പോയി ആഹാരം കഴിക്കാറില്ല. എനിക്ക് മറുപടി അതേ ഉള്ളൂ. എന്തുകൊണ്ടാ? നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്ന ന്യായമായ തൃപ്തികരമായ കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് കേരളം മുഴുവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒക്കുമെങ്കിൽ ഞാനത് കേരളത്തിൽ ഇനിയും കൂടുതൽ പത്മ കഫേകൾ ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല. NSSൽ ജനാധിപത്യമില്ലെന്ന് ആരോപിക്കുന്നവർക്ക് നിയമപരമായി ചോദ്യം ചെയ്യാമെന്നും സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്നിൽ ഗണേഷ് കുമാർ നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 64 വർഷമായി NSSനുള്ളിൽ പ്രവർത്തിക്കുന്ന തനിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴാണ് ഗണേഷ് കുമാർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. സമദൂര നിലപാട് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും NSSനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നേരിടാനുള്ള ശക്തി സമുദായത്തിനുണ്ടെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അതേസമയം ഇന്നലെ സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. അത് നേരായ വഴി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അവിടെയും MDMA പ്രതികളുമായുള്ള ബന്ധം തുറന്നു സമ്മതിച്ച മുഖ്യമന്ത്രി. MDMA കേസിൽ കാസർഗോഡ് അറസ്റ്റിലായ പ്രതികളുമായുള്ള ബന്ധം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. MDMA കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും സോഷ്യൽ മീഡിയ പേജുകളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് തുറന്നു സമ്മതിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് മുഖ്യമന്ത്രി പ്രതികളുമായുള്ള ബന്ധം തുറന്നു സമ്മതിച്ചത്. അറസ്റ്റിലായ രണ്ടുപേരെ എനിക്ക് നേരിട്ടറിയാമെന്നും മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പല തവണ എന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ അവരെ ആദ്യമായി ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലാത്തി ചാർജിൽ പരിക്കേറ്റപ്പോഴാണ്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചതും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തി ചാർജിൽ പരിക്കേറ്റ അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തി ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റയാളെന്ന നിലയിലാണ് വീട്ടിൽ പോയി കണ്ടതെന്നും അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് വീട്ടിൽ കയറിയതെന്നും VD സതീശൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLAയോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അതേ എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാനത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാകുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കിയില്ലെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾ മൂന്നുള്ള കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ ദേശീയ സമുദ്ര വിവരണ സേവന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബോട്ടുകളും വള്ളങ്ങളും ഹാർബറുകളിൽ സുരക്ഷിതമായി കെട്ടിയിടുകയോ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരവും കടലിൽ ഇറങ്ങിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും ലോകോത്തര താരം ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വൻ സാമ്പത്തിക ക്രമക്കേടുകളും ദുരൂഹതകളും പുറത്തുവരുന്നു. സ്പോൺസർ കമ്പനിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈടാക്കിയ ഭീമമായ തുകയുടെ പിഴ ഒഴിവാക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാർ അടിയന്തര നയതന്ത്ര ഇടപെടൽ നേടിയതിന്റെ ഔദ്യോഗിക രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലയണൽ മെസ്സിയെയും അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്പോൺസർ നിർണയത്തിൽ വൻ ക്രമക്കേടും കോടിക്കണക്കിന് രൂപയുടെ GST വെട്ടിപ്പും നടന്നിട്ടുണ്ടെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ താൽപര്യപത്രവും ക്ഷണിക്കാതെയാണ് സ്വകാര്യ ഏജൻസിയെ സ്പോൺസറായി നിശ്ചയിച്ചതെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട മുൻഗണനാ നിയമങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടുവെന്നും പ്രാഥമിക അന്വേഷണം അടിവരയിടുന്നു. കൂടാതെ സ്പോൺസർമാരിൽ നിന്ന് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി GST വകുപ്പ് നോട്ടീസും 5ലധികം തവണ സമൻസും അയച്ചിരുന്നുവെങ്കിലും അവർ ഹാജരാകാൻ തയ്യാറായില്ലെന്നും ഭരണതലത്തിലെ ഉന്നതരുടെ ഇടപെടൽ മൂലം കഴിഞ്ഞ 7 മാസമായി മരവിച്ചിരുന്ന ഈ അന്വേഷണം ഉടനടി പുനരാരംഭിക്കുമെന്നും സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും തിരിച്ചുപിടിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായി. ഇതിനു പുറമെ പദ്ധതിക്കായി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും സമാഹരിച്ച ഫണ്ടിന്റെ ഉറവിടങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ അന്നത്തെ കായിക മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾക്കായി ചർച്ച നടത്താൻ മാഡ്രിഡിലേക്ക് നടത്തിയ യാത്രയും അതിനായുള്ള ചെലവുകളും സംശയനിഴലിലാണ്. നിലവിലെ കായിക ധനകാര്യ വകുപ്പുകളുടെ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കലും ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷകളെ ചൂഷണം ചെയ്ത് നടത്തിയ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ധനകാര്യ വകുപ്പിൽ ഭരണപ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റ് പ്രഖ്യാപനങ്ങളും പദ്ധതി നിർവഹണവും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടും ക്ഷേമ പെൻഷനുകളും വൈകുന്നതിനെതിരെ ഉദ്യോഗസ്ഥർക്കിടയിലും അമർഷം ശക്തം. ധനവകുപ്പിന്റെ സ്തംഭനാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന ധനകാര്യ വകുപ്പിൽ ഗുരുതരമായ ഭരണപ്രതിസന്ധിയും പ്രവർത്തന സ്തംഭനവും ഉടലെടുത്തതായി റിപ്പോർട്ടുകൾ. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രായോഗത്തിൽ വരുത്തുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളോ മാർഗരേഖകളോ ധനവകുപ്പിൽ നിന്ന് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതും വിവിധ വകുപ്പുകളുടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള തുക വൈകുന്നതും ഭരണപ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിൽ നടക്കേണ്ട പ്രാഥമിക യോഗങ്ങൾ പോലും ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അമർഷം പുകയുകയാണ്. കാര്യക്ഷമമായ ആസൂത്രണമോ സമയബന്ധിതമായ തീരുമാനങ്ങളോ ഉണ്ടാകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വാചകമടികളല്ലാതെ ധനവകുപ്പിൽ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ലെന്നും പ്ലാൻ ഫണ്ടും മറ്റ് ധനസഹായങ്ങളും സമയത്തിന് ലഭിക്കാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഘടുകൾ മുടങ്ങുകയും സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണവും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർണ്ണമായും അവതാളത്തിലാകുകയും ചെയ്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കി. കൂടാതെ സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകളും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും നീക്കം ചെയ്യുന്ന നിലപാടുകൾ സംസ്ഥാനത്ത് ഒരുവിധ സൈബർ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നതിൽ വ്യക്തതയില്ലാത്തത് മറ്റു വകുപ്പുകളുടെയും വികസന പദ്ധതികളുടെയും വേഗതയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ജന്തർ മന്തർ സീസൺ 2 പ്രക്ഷോഭവുമായി വീണ്ടും തെരുവിലിറങ്ങാനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹിയിൽ നിശ്ചയിച്ചിരുന്ന ഭാരവാഹികളുടെ യോഗത്തിന് ഹാൾ ഉടമകൾ സ്ഥലം നിഷേധിച്ചതും രാഷ്ട്രീയ സമ്മർദ്ദം മൂലമുള്ള ഭീഷണികളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ 2ാം ഘട്ട സമരം പ്രഖ്യാപിച്ചത്.
ദേശീയതലത്തിൽ വൻ ശ്രദ്ധ നേടിയ 36 ദിവസത്തെ ജന്തർ മന്തർ പ്രതിഷേധത്തിനു ശേഷം പുതിയ പ്രക്ഷോഭവുമായി വീണ്ടും തെരുവിലിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്തർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന നിർണായകമായ പ്രഖ്യാപനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനും ദേശീയ കൺവീനറുമായ അഭിജിത് ദീപ്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ നാരായണയിലുള്ള ഒരു ബാങ്ക്വറ്റ് ഹാളിൽ നിശ്ചയിച്ചിരുന്ന CJP വോളണ്ടിയർമാരുടെ യോഗം അവസാന നിമിഷം അധികൃതർ റദ്ദാക്കിയതിനെ തുടർന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ദീപ്കെ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. യോഗത്തിന്റെ സംഘാടകരും പ്രവർത്തകരും വേദിയിലെത്തിയപ്പോഴാണ് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ഹാൾ ഉടമകൾ അറിയിച്ചത്. തുടർന്ന് മറ്റു സ്വകാര്യ ഹാളുകളിൽ അന്വേഷണം നടത്തിയെങ്കിലും കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ആരും വാടകയ്ക്ക് നൽകാൻ തയ്യാറായില്ലെന്നും CJP പ്രവർത്തകർക്ക് സ്ഥലം നൽകിയാൽ തലകീഴായി കെട്ടിത്തൂക്കുമെന്ന തരത്തിൽ ഭീഷണികൾ ഉണ്ടായെന്നും ദീപ്കെ ആരോപിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ചോദ്യങ്ങളെ ഭരണകക്ഷിയായ BJP എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണിതെന്നും ഇത്തരം ഭീഷണികൾ കൊണ്ട് തങ്ങളെ നിശബ്ദരാക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾക്കുമെതിരെ CJP സംഘടിപ്പിച്ച ആദ്യഘട്ട ജന്തർ മന്തർ സമരം ജൂലൈ 25-ന് അവസാനിപ്പിച്ചതിന് പിന്നാലെ രണ്ടാം ഘട്ട സമരം എപ്പോഴാണെന്ന ചോദ്യവുമായി ആയിരക്കണക്കിന് യുവാക്കളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഈ ആവശ്യത്തിനുള്ള മറുപടിയായാണ് സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന് അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടിയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് CJP ചീഫ് സ്പോക്ക് പേഴ്സൺ സൗരവ് ദാസും വിവരങ്ങൾ പങ്കുവച്ചു. കേവലം ഒരു കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധത്തിന് പകരം സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടു പിന്നാലെ രാജ്യവ്യാപകമായി ലിസണിംഗ് ടൂർ ആരംഭിക്കാനാണ് CJP ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ യുവാക്കളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അക്കാദമിക് അഴിമതികൾ എന്നിവ നേരിട്ട് കേൾക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സീസൺ 2 സമരത്തിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യും. ആഗോള എണ്ണ വിപണിയിൽ വില ഇനിയും ഉയരുമെന്നാണ് സൂചന. സുരക്ഷിതമായ സഞ്ചാരത്തിനായി ഇറാൻ ഒമാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നതിന് തുല്യമല്ലെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഇനി ഒരു രാജ്യവും ആക്രമിക്കാൻ ധൈര്യപ്പെടാത്ത വിധം പ്രതിരോധം ശക്തമാക്കാനാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തീരുമാനം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ വെടിനിർത്തൽ ധാരണ എന്ന റിപ്പോർട്ടുകൾ തള്ളി ഇറാൻ. ട്രംപ് ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരാനുള്ള സാധ്യതയിലേക്കാണ് ഇറാന്റെ പ്രതികരണം വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം കടുത്ത പ്രതിസന്ധിയിലാണ്. ഇന്നത്തെ വെറും 14 കപ്പലുകൾ മാത്രമാണ് കടലിടുക്ക് കടന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ ജലപാതയിലെ പ്രതിസന്ധി ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരാൻ കാരണമാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഹോർമൂസ് അടിയന്തരമായി തുറക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒമാനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും കടലിടുക്ക് പൂർണ്ണമായി തുറക്കുമെന്ന ഉറപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. ഇതിനിടെ അമേരിക്കൻ സൈനികരെ അപകടകരമായ യുദ്ധത്തിലേക്ക് എത്തിച്ചത് ട്രംപ് ആണെന്ന് സെനറ്റർ ചക്ക് ഷൂമർ ആരോപിച്ചു. ട്രംപിന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അമേരിക്കയുടെ സുരക്ഷയേക്കാൾ മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ഹോർമൂസ് പ്രതിസന്ധി തുടർന്നാൽ ആഗോള എണ്ണ വിപണിയിൽ വലിയ ആഘാതമുണ്ടാകുമെന്ന ആശങ്കയാണിപ്പോൾ ശക്തമാകുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ പദവിയിൽ നിന്ന് N ചന്ദ്രശേഖരൻ പടിയിറങ്ങാൻ തീരുമാനിച്ചു. 2027 ഫെബ്രുവരി 20-ന് നിലവിലെ കാലാവധി പൂർത്തിയാകാനിരിക്കെ അടുത്ത 5 വർഷത്തേക്ക് കൂടി പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അദ്ദേഹം ടാറ്റ സൺസ് ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചു. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ പ്രബല ശക്തി കേന്ദ്രമായ ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകാ കമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ പദവിയിൽ നിന്ന് N ചന്ദ്രശേഖർ പടിയിറങ്ങാൻ തീരുമാനിച്ചത് സാമ്പത്തിക മേഖലയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. 2027 ഫെബ്രുവരി 20-ന് നിലവിലെ കാലാവധി പൂർത്തിയാകാനിരിക്കെ അടുത്ത 5 വർഷത്തേക്ക് കൂടി പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അദ്ദേഹം ടാറ്റ സൺസ് ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചു. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റും സർ രത്തൻ ടാറ്റ ട്രസ്റ്റും നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയും അദ്ദേഹത്തിന്റെ സേവന ദൈർഘ്യം നീട്ടാൻ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും 2026 ഫെബ്രുവരി 24-ന് ചേർന്ന ബോർഡ് യോഗത്തിൽ ഒരു അംഗത്തിന്റെ എതിർപ്പ് കാരണം സർവ്വസമ്മതി ലഭിക്കാതെ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. 6 മാസം പിന്നിട്ടിട്ടും ഭിന്നത പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ആഗസ്റ്റ് 18-ലെ വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി താൻ പുനർനിയമനത്തിനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ടാറ്റ ഗ്രൂപ്പിലെ 40 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ചന്ദ്രശേഖർ തന്ത്രപ്രധാനമായ പല പദ്ധതികളും പുരോഗമിക്കുന്നതിൽ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ബോർഡിനോട് ആവശ്യപ്പെട്ടു. ടാറ്റ സൺസിന്റെ ഓഹരി വിപണി ലിസ്റ്റിംഗ്, എയർ ഇന്ത്യയുടെ പുനരുദ്ധാരണത്തിനായുള്ള
ഭീമമായ മൂലധന വിനിയോഗം എന്നിവയിൽ ട്രസ്റ്റ് തലവൻ നോയൽ ടാറ്റ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുമായുള്ള തന്ത്രപ്രധാനമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പടിയിറക്കത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെട്ടെന്നുള്ള നേതൃമാറ്റ ആശങ്കയെ തുടർന്ന് വാർത്ത വന്നതോടെ TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പിൻഗാമിയെ കണ്ടെത്താനായി നോയൽ ടാറ്റയുടെ നേതൃത്വത്തിൽ സെലക്ഷൻ കമ്മിറ്റിയെ ഉടൻ ചുമതലപ്പെടുത്തും. പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തിന് പിന്നാലെ ലയണൽ മെസ്സി പങ്കുവച്ച വികാരനിർഭരമായ കുറിപ്പ് ഫുട്ബോൾ ലോകത്ത് വിരമിക്കൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. അച്ഛനില്ലാതെ ഇനി എത്ര നാൾ ഫുട്ബോളിൽ തുടരാനാകുമെന്ന സൂചന നൽകുന്ന വാക്കുകളാണ് മെസ്സി പങ്കുവച്ചത്. എന്നാൽ വിരമിക്കൽ സംബന്ധിച്ച് മെസ്സി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഫുട്ബോൾ ലോകത്തെ ആശങ്കയിലാക്കി അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വികാരനിർഭരമായ കുറിപ്പ്. പിതാവ് ഹോർഹെ മെസ്സിയുടെ വിയോഗത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി എത്രനാൾ ഫുട്ബോളിൽ തുടരാനാകുമെന്ന ആശങ്ക മെസ്സി പങ്കുവച്ചത്. ഓഗസ്റ്റ് 8-നായിരുന്നു 68-കാരനായ ഹോർഹെ മെസ്സിയുടെ അന്ത്യം. മെസ്സിയുടെ ഫുട്ബോൾ കരിയറിന്റെ തുടക്കം മുതൽ മാനേജറും ഏജന്റുമായി കൂടെ ഉണ്ടായിരുന്നതും പിതാവായിരുന്നു. കുഞ്ഞുനാൾ മുതലേ മെസ്സിയെ ഫുട്ബോളിലേക്ക് കൈപിടിച്ചെത്തിച്ചതും പിന്നീട് ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിയിൽ എത്തിച്ചതും ഹോർഹെയുടെ പങ്ക് നിർണായകമായിരുന്നു. അച്ഛൻ കുറച്ചുനാൾ കൂടി രോഗത്തോട് പോരാടി നിന്നിരുന്നെങ്കിൽ തങ്ങൾക്ക് ഒരുമിച്ച് ഈ യാത്ര പൂർത്തിയാക്കാമായിരുന്നു എന്ന മെസ്സിയുടെ വാക്കുകളാണ് വിരമിക്കൽ അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. എന്നാൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇതിനിടെ മെസ്സിയെ ആശ്വസിപ്പിച്ച് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും രംഗത്തെത്തി. മെസ്സിക്കും കുടുംബത്തിനും കരുത്തുണ്ടാകട്ടെ എന്നായിരുന്നു റൊണാൾഡോയുടെ സന്ദേശം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നന്ദി.